ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ರಕ್ಷಿಸಲು ನಾನು ಪ್ಲಾಸ್ಟಿಕ್ ಮಾಲಿನ್ಯವನ್ನು ತಡೆಯಲು ಬಯಸುತ್ತೇನೆ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. 1972 ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജൂൺ 5 നമ്മുടെ ലോക പരിസ്ഥിതി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നമ്മളെ പരിസരത്തെയും ദോഷകരമാക്കാൻ പാടില്ല, ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ദോഷകരമാക്കാത്ത രീതിയിൽ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ്. മുൻ PTA പ്രസിഡന്റ് കർഷക പ്രമുഖനുമായ ശ്രീ നാരായണ നായിക് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരിൽ അവബോധമുണ്ടാക്കാനും ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിത്യേന കാണുന്ന ചെടികളായിരിക്കും, പക്ഷേ നിസ്സാരമായി നമ്മളതിനെ കാണുന്നതല്ലാതെ അതിൻ്റെ ಔಷಧ ಗುಣಗಳೋ ಅದು വളരുന്ന ಸಾಹಚರ್യമೋ ഒന്നും നമ്മൾ മനസ്സിലാക്കാറിಲ್ಲ. ಹಲಸಿನ ಹಣ್ಣು ಎಲ್ಲರಿಗೂ ಪರಿಚಯ ಉಂಟಲ್ಲ. ಹಸಿ ತಿಂದರೆ ನಿಮ್ಮ ಶುಗರ್ ಡೌನ್ ಆಗ್ತದೆ, ಹಣ್ಣು ತಿಂದರೆ ಶುಗರ್ ಜಾಸ್ತಿ ಆಗ್ತದೆ. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു കാടുണ്ടാവും, ഒരു എച്ചിത്താളി മരം അറിയാം എല്ലാവർക്കും. ಇದು ಈಜಿನ. ವೆರಿ ಗುಡ್. ಚಕ್ಕಿಪೂ. ಸರಿ. ಇದು ಸಾಂಬ್ರಾಣಿ. ವೆರಿ ಗುಡ್. ಪುನ್ನಾಸ್ ಪುಳಿ. ಕೂರ್ಕ. ಹಂಗೆ ಕರಿಯಪ್ಪಲ. ಯಾವುದು? കരിമ്പ്. ಅರಿವೆ. ಇದು ಕಪ್ಪ. ಇದು ದೊಡ್ಡದು. ಅಂದರೆ ಕಾಂಪೋಸ್ಟ್ ಗೊಬ್ಬರ ಮಾಡಬೇಕಿದ್ರೆ ಹಸು ಬೇಕು ಪ್ರಧಾನವಾಗಿ. ಅಂದರೆ ಈಗ ಹಸು ಇಲ್ಲದೆ ಕಾಂಪೋಸ್ಟ್ ಮಾಡ್ತಾರೆ, ಆದರೆ ಹಸುವಿನ ಗೋಮೂತ್ರ ಮತ್ತು ಗಂಜಳವನ್ನು ಹಾಕಿ ಕಾಂಪೋಸ್ಟ್ ಮಾಡ್ಬೋದು, ಅಂದರೆ ಉತ್ಕೃಷ್ಟ ಗೊಬ್ಬರ. ನೀವು ಯಾರಿನಿಂದ ಕೃಷಿ ಕಲಿತದ್ದು? ಈ ಕಾಲದಲ್ಲಿ ಯಾವ ಕೃಷಿಯನ್ನು ಮಾಡಬಹುದು? ನಿಮಗೆ ಎಷ್ಟು ಗಿಡಗಳನ್ನು ಪರಿಚಯ ಇದೆ? കൃഷി ജീവിത വരുമാന മാർഗമായി താങ്കൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തമാക്കാമോ? ನೀವು ಕೃಷಿ ಕಟ್ಟುವುದು ಹೇಗೆ? അതിന്റെ വിപണി എങ്ങനെയെല്ലാം കണ്ടെത്താം? ಈಗಿನ ಕಾಲದಲ್ಲಿ ಯಾರು ಕೃಷಿ ಮಾಡೋದಿಲ್ಲ. ಕೃಷಿ ಮಾಡಲು ನಿಮಗೆ ಆಸಕ್ತಿ ಬಂದದ್ದು ಹೇಗೆ? ನೀವೆಷ್ಟು ಕೃಷಿಗಳನ್ನು ಮಾಡಿದ್ದೀರಿ? ಯಾವುದು? ಔಷಧ ಗಿಡಗಳ. ಇದು ಔಷಧ ಗಿಡ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നത്? ശുദ്ധവായു ഉണ്ട് അല്ല, നല്ല തണലുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജൂൺ 5 ഒരു ദിവസം മാത്രം ഇതിൻ്റെ പ്രാധാന്യം ഓർക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണും വായുവും വെള്ളവും ഒന്നും മലിനമാക്കാതെ നമ്മൾ നല്ല ആഹാരവും നല്ല വായുവും ശ്വസിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ನಮ್ಮ ಪರಿಸರವನ್ನು ನಾವು ರಕ್ಷಿಸಬೇಕಾದ್ದು ನಮ್ಮ ಅನಿವಾರ್ಯತೆ. ಯಾಕಂತ ಹೇಳಿದರೆ ಪರಿಸರ ಶುಚಿಯಾಗಿದ್ದರೆ ಮಾತ್ರ ನಮಗೂ ಕೂಡ ಉತ್ತಮವಾದ ಜೀವನವನ್ನು ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯ. ಪ್ಲಾಸ್ಟಿಕ್ಕನ್ನು ನಾವು ನಿರ್ಮೂಲನೆ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದರೆ ನಾವು ಮೊದಲು ಆಲೋಚನೆ ಮಾಡಬೇಕು. ನನ್ನ ಮನೆಯಲ್ಲಿ 3 ದನಗಳನ್ನು ಸಾಕುತ್ತೇನೆ. ಅದರ ಗೊಬ್ಬರವನ್ನು ತೆಂಗಿನ ಬುಡಕ್ಕೆ ಮತ್ತು ಅದನ್ನು ನಾನು ಮಾರಿ ಹಣ ಮಾಡುತ್ತೇನೆ. ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳಾದಂಥ ಶ್ರೀ ನಾರಾಯಣ ನಾಯಕ್ ಕೃಷಿಕರ ಅವರಿಗೆ ನಮ್ಮ ಶಾಲೆ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು ಹೇಳ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಶಾಲೆಯ മുഖ്യോപാധ്യായരിಲ್ಲಿದ್ದಾರೆ. ഇതാണ് പനിക്കൂർക്ക. ഇതൊരു ഔഷധ സസ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ
സാമ്പ്രാണി എന്നും പറയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉള്ള ജലദോഷം, പനി, കഫക്കെട്ട് എന്നീ അസുഖങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ്